പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഓഗസ്റ്റ് മാസം 21 തീയതി വ്യാഴാഴ്ച. ദിവ്യകാരുണ്യനാഥ, പുതിയൊരു പ്രഭാതവും കാണാനുള്ള വലിയ ഭാഗ്യം നൽകിയതിനോർത്ത് നന്ദി പറയുന്ന കർത്താവേ, ഏറ്റവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് ജീവിക്കാൻ അവിടെ നൽകുന്ന ഓരോ അനുഗ്രഹത്തെയും ഏറ്റവും നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാൻ കൃപ നൽകണമേ. കർത്താവ്, ഈ പ്രഭാതം കാണാൻ സാധിക്കാതെ കഴിഞ്ഞ രാത്രിയിൽ മരണം മൂലം വേർപെട്ടു പോയ എല്ലാവരുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തി കൽപ്പിച്ചിരളണമേ. ഞങ്ങൾ ഇന്നത്തെ എല്ലാ പ്രാർത്ഥനകളും അവിടുത്തെ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 49-ാം വചനം ധ്യാനിക്കാം. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ശുദ്ധീകരിക്കുന്ന ജ്വാലയാണ്. ആ അഗ്നി നീറിപ്പുകയാനുള്ള അഗ്നിയല്ല, ആളി കത്താനുള്ളതാണ്. ആത്മാവിൻ്റെ അഭിഷേകമുള്ളവർക്ക് തിന്മകളോട് കൂട്ടുചേരാനാകില്ല. അതുകൊണ്ട് ഭൂമിയിലെ തിന്മകളിൽ ജീവിക്കുന്നവൻ ആത്മാവിനാൽ ജ്വലിക്കുന്നവരോട് കലഹിക്കുമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, എന്നിലെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നീറിപ്പുകയുന്നതാകാതെ ആളി പടരുന്നതായി മാറാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകമുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.